പാലാ കൈവിട്ടു, ദിയ ബിനു പുറത്ത്. 21-ാം വയസ്സിൽ പാലാ നഗരസഭയുടെ അധ്യക്ഷ സ്ഥാനത്ത്. രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ അധ്യക്ഷ എന്ന നേട്ടം. ഒടുവിൽ 6 മാസത്തെ ഭരണത്തിനു ശേഷം ദിയ ബിനു പുളിക്കക്കണ്ടം നഗരസഭാ അധ്യക്ഷ പദവിയിൽ നിന്ന് അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്തായിരിക്കുകയാണ്. 2025-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തികച്ചും അപ്രതീക്ഷിതമായിട്ടായിരുന്നു അന്ന് 21 വയസ്സ് പ്രായമുണ്ടായിരുന്ന ദിയ ബിനു പുളിക്കക്കണ്ടത്തിന്റെ രാഷ്ട്രീയ പ്രവേശനം. 2 പതിറ്റാണ്ടോളം പാലാ നഗരസഭാംഗമായ പിതാവ് ബിനു പുളിക്കക്കണ്ടം, പിതൃസഹോദരൻ ബിജു പുളിക്കക്കണ്ടം എന്നിവർക്കൊപ്പം 2025-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ദിയയും സ്ഥാനാർത്ഥിയായി. പാലാ നഗരസഭയിലെ 15-ാം വാർഡിലായിരുന്നു ദിയ മത്സരിച്ചത്. ബിനു പുളിക്കക്കണ്ടം 14-ാം വാർഡിലും ബിജു പുളിക്കക്കണ്ടം 13-ാം വാർഡിലും ജനവിധി തേടി. ഈ 3 വാർഡുകളിലും സ്ഥാനാർത്ഥികളെ നിർത്താതെ UDF പുളിക്കക്കണ്ടം കുടുംബാംഗങ്ങളുടെ സ്വതന്ത്ര കൂട്ടായ്മയ്ക്ക് പിന്തുണയും നൽകി. മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് ഇക്കണോമിക്സിൽ ബിരുദം പൂർത്തിയാക്കിയ ദിയ MBA പഠനത്തിന് തയ്യാറെടുക്കുന്നതിനിടയിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനെത്തിയത്. പിതാവ് ബിനു പുളിക്കക്കണ്ടം 2 തവണ പ്രതിനിധീകരിച്ച 15-ാം വാർഡിൽ ദിയ മികച്ച ഭൂരിപക്ഷത്തിന് വിജയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ വെറും 6 മാസം മാത്രം നഗരസഭാ അധ്യക്ഷ പദവിയിൽ ഇരിക്കാനായിരുന്നു കഴിഞ്ഞ ജനുവരിയിൽ 22-ാം പിറന്നാൾ ആഘോഷിച്ച ദിയ ബിനുവിന്റെ വിധി. കോൺഗ്രസ് അംഗങ്ങളും ബിനു പുളിക്കക്കണ്ടത്തിന്റെ സ്വതന്ത്ര കൂട്ടായ്മയും തമ്മിലുള്ള ഭിന്നതകൾ മൂർച്ഛിച്ചു. കോൺഗ്രസ് അംഗങ്ങൾ തന്നെ നഗരസഭ അധ്യക്ഷയ്ക്കെതിരെ രംഗത്തെത്തി. ഈ അവസരത്തിലാണ് LDF അധ്യക്ഷയ്ക്കെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്. ഒടുവിൽ വിപ്പ് ലംഘിച്ച് ചില കോൺഗ്രസ് അംഗങ്ങൾ അവിശ്വാസ പ്രമേയത്തെ അനുകൂലിച്ചതോടെ പ്രമേയം പാസ്സാവുകയും ദിയ ബിനു അധ്യക്ഷ കസേരയിൽ നിന്ന് തെറിക്കുകയുമായിരുന്നു. പല പാർട്ടികളിലായി പലവട്ടം പാലാ നഗരസഭാ അംഗമായ ചരിത്രമാണ് ദിയയുടെ പിതാവ് ബിനു പുളിക്കക്കണ്ടത്തിൻ്റേത്. ആദ്യം കോൺഗ്രസ് അംഗമായി നഗരസഭയിലെത്തിയ അദ്ദേഹം പിന്നീട് സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ചു. 2015-ൽ BJPക്കൊപ്പം ചേർന്ന ബിനു പാലാ നഗരസഭയിൽ ആദ്യമായി BJPക്ക് സീറ്റ് നേടിയും ചരിത്രം കുറിച്ചു. അന്ന് സഹോദരനായ ബിജു പുളിക്കക്കണ്ടമായിരുന്നു UDF സ്ഥാനാർത്ഥിയായി ബിനുവിന്റെ എതിരാളി. 2020-ൽ ബിനു പുളിക്കക്കണ്ടം CPMലെത്തി. പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച ഏക അംഗമായി. അന്ന് കേരള കോൺഗ്രസ് M മുന്നണിയിലെത്തിയതിന്റെ ബലത്തിൽ LDF പാലായിൽ ആദ്യമായി ഭരണം പിടിച്ചു. എന്നാൽ കേരള കോൺഗ്രസ് M ചെയർമാനായ ജോസ് കെ മാണിയുടെ വിമർശകനായ ബിനു പുളിക്കക്കണ്ടത്തിന് ഭരണമുന്നണിയിൽ ഉണ്ടായിട്ടും ചെയർമാൻ പദവി ലഭിച്ചില്ല. ഇതോടെ ജോസ് കെ മാണിക്കെതിരെ ബിനു പരസ്യമായി തന്നെ രൂക്ഷ വിമർശനം ഉന്നയിച്ചു. ഇതിനിടെ പാലാ നഗരസഭയിൽ വിവാദമായ എയർപോർട്ട് മോഷണ കേസിലും ബിനു പ്രതിയായി. ഈ സംഭവങ്ങൾക്ക് പിന്നാലെയാണ് ബിനു പുളിക്കക്കണ്ടത്തെ CPM പുറത്താക്കിയത്. തുടർന്നാണ് 2025-ലെ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായി മത്സരിച്ച് ബിനു തന്റെ കരുത്ത് കാട്ടിയത്. ഒപ്പം മകളെയും സഹോദരനെയും സ്വതന്ത്രരായി മത്സരിപ്പിച്ച് വിജയിപ്പിക്കുകയും ചെയ്തു.